ഓക്കെ, അന്വേഷണം തുടരുകയാണ്. നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. റോഷിപാൽ തുടരുന്നു. റോഷിപാൽ, കോൺഗ്രസ് ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണ്ടേ കരുതാൻ? ഇക്കാര്യത്തിൽ ഷാഫി പറമ്പിൽ അടക്കമുള്ള എല്ലാവരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ടൊരു തീരുമാനം, അത് ഒരു ഏകീകൃത സ്വഭാവത്തിൽ എത്താൻ സാധിച്ചിട്ടുണ്ടോ? അതോ ഇനിയും ഈ നടപടി എടുത്തു കഴിയുമ്പോൾ മറ്റൊരു ഭാഗത്തു നിന്ന് പ്രതിഷേധമൊക്കെ കാണേണ്ടി വരുമോ? സുജയ, കോൺഗ്രസ് നേതൃത്വം ക്ഷമയോടെ കാത്തിരുന്നു. ആദ്യഘട്ടത്തിൽ ഒരു യുവതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗർഭഛിദ്ര പരാതി പോലീസിന് നൽകുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കളൊക്കെ സംയമനത്തോടെയാണ് പ്രതികരിച്ചത്. രൂക്ഷമായ രീതിയിൽ പ്രതികരിക്കാതെ നിയമത്തിന്റെ വഴിക്ക് നീങ്ങട്ടെ എന്ന നിലപാട് സ്വീകരിച്ചു. രണ്ടാമത് KPCC നേതൃത്വത്തിന് മറ്റൊരു യുവതി പരാതിയുമായി എത്തിയപ്പോൾ, അത് ബലാത്സംഗ പരാതി, അതീവ ഗൗരവമുള്ള പരാതി എത്തിയപ്പോഴാണ് കോൺഗ്രസ് നേതാക്കൾ പൊട്ടിത്തെറിച്ചത്. ആദ്യ പരാതി വന്നപ്പോൾ പോലീസ് കേസെടുത്ത ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നെഞ്ചും വിരിച്ച് പോലീസിന് മുന്നിലേക്ക് വരുമെന്നാണ് നേതാക്കൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചില്ല എന്ന് മാത്രമല്ല, ഒളിവ് ജീവിതം കൂടി നയിച്ചതോടെയാണ് കോൺഗ്രസ് ആകെ പ്രതിസന്ധിയിലായത്. കോൺഗ്രസ് കൃത്യമായി പ്രചരണം നടത്താൻ പോലും സാധിക്കാത്ത രീതിയിലേക്ക് പ്രതിരോധത്തിലായി. അതോടെയാണ് കൈവിട്ടത്. മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പൊട്ടിത്തെറിക്കാൻ കാരണമായതും ഇതുതന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ ധാർമ്മിക ബോധമുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുമെന്ന് പല നേതാക്കളും കരുതിയതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ തുറന്നുകൊണ്ട് വീണ്ടും പാർട്ടിയെ കുരുക്കിലാക്കി നേരെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും കടന്ന് അവിടെ ഒളിച്ചിരിക്കുന്ന സാഹചര്യമുണ്ടായി. അത് വലിയ പ്രതിസന്ധി പാർട്ടിക്കുണ്ടായി. സമ്മതപ്രകാരമുള്ള ഒരു ബന്ധം എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ചമച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിന്റെ നേതാക്കൾക്ക് പോലും തിരിച്ചടിയാകുന്ന തരത്തിലാണ് പോലീസ് റിപ്പോർട്ട് വരുന്നത്. പോലീസ് റിപ്പോർട്ടിൽ ബലാത്സംഗം നടന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തെളിവുകൾ നിരത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് കോടതിയിലേക്ക് എത്തുമ്പോൾ ഇനിയും സംരക്ഷിച്ചു നിർത്താൻ കഴിയുമോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആര് വിചാരിച്ചാലും? സുജയനി, രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും രംഗത്ത് വരില്ല. കാരണം ബലാത്സംഗ കുറ്റം ചുമത്തിയ കേസിൽ കൃത്യമായ തെളിവുകളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയുള്ള ഗുരുതരമായ തെളിവുകളാണ്. അതിന് പിന്നാലെ യുവതി KPCCക്ക് കൈമാറിയ പരാതി, ആ പരാതിയിലും പ്രധാന തെളിവുകളുണ്ട്. അതൊക്കെ പോലീസിന്റെ കൈവശമുണ്ട്. ആ തെളിവുകളിൽ കൂടി പോലീസിന്റെ മുന്നിലെത്തി പെൺകുട്ടി മൊഴിയുമായി പോലീസിനെ സമീപിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഊരാക്കൊടുക്കാകും. അങ്ങനെയുള്ളൊരു സാഹചര്യം എത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുന്നതാണ്. അങ്ങനെ പുറത്താക്കി കഴിഞ്ഞാൽ കോൺഗ്രസിന് മുഖം രക്ഷിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നേതാക്കളുടെ ഭാഷ്യം. അതുകൊണ്ടാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ KPCC അധ്യക്ഷനോട് എത്രയും പെട്ടെന്ന് തീരുമാനമെടുത്ത് AICC അറിയിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ഇനി വൈകരുത്, ഇനി വൈകിയാൽ അത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ പോലും ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. പ്രത്യേകിച്ച് ശബരിമല വിഷയം ആളിക്കത്തിക്കാനുള്ള UDF തീരുമാനം അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ ഈ ചർച്ച ഇവിടെ അവസാനിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ ചർച്ചകൾ അവിടെ അവസാനിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും സംരക്ഷണം ഉണ്ടാകാൻ സാധ്യതയില്ല. കോടതി വിധി വരുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ നടപടി ഉണ്ടാകും.